ഈ ഫയലും നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുകയാണ്. പുതിയ പരാതി എഴുതിക്കോ. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചു എന്നാണ് നടിയുടെ പരാതി. അന്വേഷണ സംഘത്തിലെ ജി പൂങ്കുഴലി, ഐശ്വര്യ ഡോങ്ക്രെ എന്നിവർ പരാതിക്കാരിയുമായി നേരിട്ട് സംസാരിച്ചു. സിനിമാ മേഖലയിൽ നിന്ന് ഇതുവരെ പോലീസിന് ലഭിച്ചത് 18 പരാതികളാണ്. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. വെളിപ്പെടുത്തൽ നടത്താത്ത സംഭവങ്ങളിലും പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ആദ്യത്തെ തവണയല്ല ജയസൂര്യയുടെ പേര് ഇതിൽ പരാമർശിക്കപ്പെടുന്നത്. വീണ്ടും ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു പരാതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവനെ പുറത്തുവിടാൻ പറ്റില്ല, അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തൂടണ്ട, അകത്തൂടണ്ട, അവനാവാ അതൊക്കെ നിന്നോട്ടെ. മീഡിയയിലൂടെ ഒന്നും വെളിപ്പെടുത്തൽ നടത്താത്ത സ്ത്രീകൾ കൂടി പരാതിയുമായി എത്തുന്നു എന്നുള്ള കാര്യം കൂടി പറയേണ്ടതാണ്. കഷ്ടകാലം വരുമ്പോ എല്ലാ നാറുകളും വണ്ടിയും പിടിച്ചിങ്ങ് വരുമല്ലോ. ഇനിയും പരാതികൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ഞാൻ എവിടെ പോകാനാണ്? ഞാൻ പുറത്തുകൂടെ പ്രശ്നമില്ല. വീണ്ടും വല്ല പ്രശ്നം ഉണ്ടാക്കും, എന്നെ പിടിച്ചകത്താക്കും. എന്തിനാ സാറുമാരെ ഡീസലാച്ച് വെറുതെ കളയണത്? ഈ നടി ഇന്ന് പേര് പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. നമ്മളെ പോലീസ് പിടിക്കുന്നാണോ തോന്നുന്നത്? രണ്ടും സമാനമായിട്ടുള്ള ആരോപണങ്ങളാണ് ജയസൂര്യക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഇതാണ് ഈ നഗരം. ഒരു വശത്ത് ഇനിയും പരാതികൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. മറുവശത്ത് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണ്ടെന്നേ. നന്നായിട്ട് സ്നേഹിച്ചാൽ മതി, ആത്മാർത്ഥമായിട്ട് സംസാരിച്ചാൽ മതി. തന്റെ തെങ്ങിലും പനയിലും ഒരേ സമയം കയറി ചെത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയ. അപ്പൊ ഞാൻ പോട്ടെ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേ.